എല്ലാവരും പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് വീഡിയോ ചെയ്യാനായിട്ട് എന്തെല്ലാം ഗാഡ്ജറ്റ്സ് മേടിക്കണം എന്നുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്നെ തെറിയൊന്നും വിളിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒരു 3 പാർട്ടായിട്ട് തിരിക്കുക: ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, പ്രോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബിഗിനേഴ്സ്. ബിഗിനേഴ്സിനോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ആ സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതല്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു നല്ല ക്രിയേറ്റർ ആവണം, നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് വേണം, നല്ല സൗണ്ട് ക്വാളിറ്റി വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളവ, ഞാൻ ഈ ഒരു സെക്ഷനകത്ത് ഉൾപ്പെടുത്താം. പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു ശൈലിയാണ് ഐഫോൺ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഐഫോൺ 12 തൊട്ട് 14 വരെയുള്ള ഏത് ഫോണും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്യാമറകൾ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ക്യാനൻ്റെ EOS R100, രണ്ടാമത് വരുന്നത് സോണിയുടെ ZV-10, മൂന്നാമത് വരുന്നത് നൈക്കൻ്റെ Z30. ഇതെല്ലാം ഒരു 60,000 റേഞ്ചിൽ വരുന്ന ക്യാമറാസാണ്. ഇതിൻ്റെ കൂടെ തന്നെ കിറ്റ് ലെൻസും വരുന്നുണ്ട്. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കിറ്റ് ലെൻസ് വെച്ചിട്ട് നല്ല വീഡിയോസും കാര്യങ്ങളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പതിയെ ക്യാഷ് വരുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ പാർട്ടാണ് ഓഡിയോ. മൊബൈൽ ഫോൺ ആയാലും ക്യാമറ ആയാലും സൗണ്ട് മെയിൻ പാർട്ടാണ്. ഈ ഒരു സെക്ഷനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് മൈക്ക് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ഡിജിടെക്കിൻ്റെ DWM-006 Pro വയർലെസ് മൈക്രോഫോണാണ്. ഇത് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ ഓഡിയോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രെനാറോ P10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയർലെസ് മൈക്കാണ്. ഇത് നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്യാമറയിലും യൂസ് ചെയ്യാം. അടുത്തത് ഡിജിടെക്കിൻ്റെ തന്നെ DWM-105 എന്ന് പറഞ്ഞിട്ടുള്ള വയർലെസ് മൈക്കാണ്. അടുത്ത സെക്ഷൻ വരുന്നത് ലൈറ്റാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു 1000 രൂപീസിന് താഴെ വരുന്ന റിംഗ് ലൈറ്റ്സ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഷോപ്പിൽ കിട്ടും. അതൊക്കെ ഉപയോഗിച്ച് വീഡിയോസ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ട്രൈപോഡായിട്ടും അത് യൂസ് ചെയ്യാം, ലൈറ്റ് സോഴ്സ് ആയിട്ടും അത് യൂസ് ചെയ്യാം. അടുത്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഈ ഒരു ലൈറ്റാണ്. ഒരുപാട് യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റാണ്. ഇത് നിങ്ങളുടെ റൂമിൽ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ആദ്യം ഒറ്റയ്ക്കായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടത് ഇനിയൊരു ട്രൈപോഡാണ്. മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നവർക്ക് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യാം. ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് ഫോണും അതുപോലെ നിങ്ങളുടെ ക്യാമറയും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ക്യാമറ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 കിലോയിൽ കൂടുതലുള്ള ക്യാമറാസ് അറ്റാച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ട്രൈപോഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോസ് ആയാലും ക്യാമറയിലെ വീഡിയോസ് ആയാലും ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ ഈ ഒരു ട്രൈപോഡിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു ട്രൈപോഡിലാണ്. നിങ്ങളൊരു ബിഗിനർ ആയാലും ഇൻ്റർമീഡിയറ്റ് ആയാലും എപ്പോഴും ട്രൈപോഡ് മാറ്റേണ്ട ആവശ്യമില്ല. ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡാണ് ഈ ഒരു സെക്ഷനിൽ അതേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മോണോപോഡായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം. ഇനി ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ സെക്ഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കൂടെ നിങ്ങളുടെ ഗാഡ്ജറ്റ്സിൽ ഉൾപ്പെടുത്താം. ചെറിയൊരു സ്റ്റുഡിയോ രീതിയിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് സ്റ്റാൻഡ് ആവശ്യമായിട്ട് വരും. ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ടും ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ആക്കാൻ അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ബിഗിനേഴ്സിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻ്റർമീഡിയറ്റിലേക്ക് പോവാം. സോ ദിസ് ഈസ് ഫോർ ഇൻ്റർമീഡിയറ്റ് പീപ്പിൾ. നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന പകുതി മിക്കാൽ ആൾക്കാരും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യൂട്യൂബിലെ വരുമാനം കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ആണ് മിക്കവരും യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഐഫോൺ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ ചൂസ് ചെയ്യാം, ആക്ഷൻ ക്യാമറ, ഓസ്മോ പോക്കറ്റ് അതുപോലുള്ള ക്യാമറാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ബഡ്ജറ്റിനെയും അതുപോലെ നിങ്ങൾ എന്ത് തരം കോണ്ടന്റ് ആണോ ചെയ്യുന്നത് അതിനെ ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾ ഐഫോൺ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 14 Pro തൊട്ട് 17 Pro വരെയുള്ള ഏത് മൈക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അടുത്ത് റിലീസായ DJI Action 6 GoPro പോലെ ക്യാമറയാണ് DJI Action 6. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഹാൻഡിയാണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുമാണ്. അതുപോലെ തന്നെ DJI Osmo Pocket 3 ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി Pocket 4 റിലീസ് ചെയ്യുന്ന കുറച്ച് ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടു. ഈ 2 പ്രൊഡക്റ്റിനും ക്രിയേറ്റർ കോംബോയും അവൈലബിൾ ആണ്. മൈക്ക്, എക്സ്ട്രാ ബാറ്ററി, ചാർജിങ് കേസ്, അങ്ങനെ പല വ്യത്യാസങ്ങൾ വരും ഈ ഒരു ക്രിയേറ്റർ കോംബോയിൽ. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു 5-6 ലക്ഷം രൂപയുണ്ട്. ആ ഒരു ബഡ്ജറ്റിൽ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു 3 ക്യാമറയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് സോണി ആൽഫ ILCE7RMS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അടുത്തത് നൈക്കൻ്റെ റെഡ് Z സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്.
മൂന്നാമത്തെ ക്യാമറ കാനോണിന്റെ EOS R6 Mark III. ഈ ക്യാമറകളെല്ലാം 2.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെയാണ് റേറ്റ് വരുന്നത്. ഈ പറഞ്ഞ ക്യാമറകളെല്ലാം പുതിയതായി റിലീസായവയാണ്. ഇതല്ലാതെ കുറച്ച് ക്യാമറകളും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോണി A7S III, സോണി A7M4, സോണി ആൽഫ 6400, 500, 600, 700. ഇനി നിങ്ങൾക്ക് ലെൻസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് 2470mm 2.8 ലെൻസ്. മുകളിൽ പറഞ്ഞ ഏതൊരു ക്യാമറ ബ്രാൻഡിൻ്റെയും ഈ ഒരു 2470mm ലെൻസ് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് മൈക്ക്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 5000-നും 12,000-നും ഇടയിലുള്ള കുറച്ച് മൈക്സ് ആണ്. ആദ്യം തന്നെ DJI മൈക്ക് മിനി. ഫോണിലായാലും ക്യാമറയിലായാലും ഒരുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മൈക്ക് മിനി. ആൻഡ് നെക്സ്റ്റ് വൺ ഹോളിലാൻഡ് ലാർക്ക് A1 ആൻഡ് ദ ലാസ്റ്റ് വൺ ഹോളിലാൻഡ് ലാർക്ക് M2. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലൈറ്റ്സ്. ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഗോഡക്സിൻ്റെ SL100, SL200, SL100BI തുടങ്ങിയ ലൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ് ബോക്സ്, ഹെവി ലൈറ്റ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ ലൈറ്റ് സോഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ലൈറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് ആംബിയൻസ് കൊണ്ടുവരാനും ഫിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചെറിയ ലൈറ്റ്സ് പരിചയപ്പെടാം. അതിൽ ആദ്യം തന്നെ വരുന്നതാണ് LC ലൈറ്റ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ റൂമിൻ്റെ ആംബിയൻസിനനുസരിച്ചിട്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഔട്ട്ഡോർ ഷൂട്ടിനും ഇത് ഉപകാരപ്പെടും. ട്രൈപോഡിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. 50,000 രൂപ തൊട്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പ്രൈസ് വരുന്ന ട്രൈപോഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ട്രൈപോഡ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എസ്തെറ്റിക് ലുക്കുള്ള പ്രോപ്സ് മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷെൽഫ്, ക്ലീൻ ആയിട്ടുള്ള വർക്കിംഗ് ഏരിയ, RGB ലൈറ്റ്സ്, ഗ്രീൻ സ്ക്രീൻ ക്ലോത്ത്, അത്യാവശ്യമായിട്ടുള്ള സ്റ്റാൻഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിഗിനർ ലെവലിൽ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെ കാണാൻ ഇപ്പോൾ കുറച്ചധികം ഓഡിയൻസ് ഉണ്ട്. സോ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ചുമതലയാണ്. സോ ഫൈനലി ദിസ് ഈസ് ഫോർ പ്രോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മിസ്റ്റർ ബീസ്റ്റ് പോലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയാണ്. അവരുടെയൊക്കെ വീഡിയോസ് എടുക്കുന്നത് ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസോ ഏതെങ്കിലും മീഡിയ കമ്പനിയോ ഒക്കെ ആയിരിക്കും. അവിടെ സ്വന്തം മീഡിയ ടീം ഉണ്ടെങ്കിൽ തന്നെ അതിന് പുറമെ അവരുടെ വീഡിയോസ് എടുക്കാൻ ഇതുപോലുള്ള ആൾക്കാരെ അവർ ഹയർ ചെയ്യാറുണ്ട്. സോ അവരെന്തൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഗാഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോ പറഞ്ഞതും ഇത് പെടാത്തതുമായിട്ടുള്ള കുറേ അധികം ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഏത് മേടിക്കണം, നിങ്ങളുടെ മൈൻഡിൽ വേറെ പ്രൊഡക്റ്റ് ആയിരുന്നു. സോ അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ Instagram ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 5 വർഷത്തിന് ശേഷം. എൻ്റെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു 5 വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെ ലേൺ ചെയ്തതെന്ന്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. ഐ ആം പ്ലാനിങ് സംതിങ് ഹ്യൂജ്. കീപ് സപ്പോർട്ടിങ്, കീപ് ക്രിയേറ്റിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.